Good afternoon. Okay. Okay, Shruti, good afternoon. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ ടെർമിനോളജിയുടെ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് അല്ലെ. അതായത് മെഡിസിന്റെ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത് എന്താണ്? മെഡിക്കൽ ടെർമിനോളജി ആണ്. ഓക്കെ, പിന്നെ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ വേർഡ് ആണ് അല്ലെ. ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ വേർഡ് എന്താണ് അറിയപ്പെടുന്നത്? ബിഗിനിങ് പാർട്ട് ഓഫ് ദ വേർഡ് എന്താണ് അറിയുന്നത്? ബിഗിനിങ് പാർട്ട് ഓഫ് ദ വേർഡ് എന്താണ്? പ്രിഫിക്സ്. ഓക്കെ, പ്രിഫിക്സ് കറക്റ്റ് ആണ്. എൻഡിങ് പാർട്ട് ഓഫ് ദ വേർഡ് ഏതാണ്? സഫിക്സ്. സഫിക്സ്. ഓക്കെ, വെരി ഗുഡ്. ചീഫ് പാർട്ട് അഥവാ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ ഏതാണ്? റൂട്ട് വേർഡ്. റൂട്ട് വേർഡ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 2 പേജ് നമ്മൾ ഫിനിഷ് ചെയ്തത് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാൻ നമ്മൾ 42 വരെയാണ് പറഞ്ഞത് കേട്ടോ. പ്രിഫിക്സിന്റെ 42 വരെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാണ്. ഓൺമ്യൂട്ട് ചെയ്യാനേ, എല്ലാവരും പേനൊക്കെ എടുത്ത് വെച്ചോ കേട്ടോ. നെക്സ്റ്റ് പേജില് 43 തൊട്ടാണ് കേട്ടോ. 43 43 തൊട്ട് എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ് കേട്ടോ. 43 തൊട്ട് ഇത് വരെയാണ് 65 വരെയാണ് ആ പേജിനകത്തുള്ളത് കേട്ടോ. 43 to 65 വരെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ജസ്റ്റ് ഇത് വായിക്കാം. വായിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറെ പേര് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഞാനിപ്പോ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്പർ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വായിക്കാം. വായിച്ചിട്ട് ലാസ്റ്റ് ഞാൻ നമ്പർ പറഞ്ഞു നോക്കാം. എറിത്രോ അല്ലെ, എറിത്രോ. അപ്പൊ എറിത്രോ എന്ന് പറയുമ്പോൾ ഓയിലിന്റെ പൗഡറാണ് സാധാരണയായിട്ട് അതിനോടുകൂടി ചെയ്യുന്നത് കേട്ടോ. എറിത്രോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്സ്. അതായത് ചുവപ്പ്, റെഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. അല്ലെങ്കിൽ നമുക്ക് എറിത്രോസൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. RBC അല്ലെ, റെഡ് ബ്ലഡ് സെൽ, അതിന്റെ രക്താണുക്കള്, ചുവന്ന രക്താണുക്കൾ അല്ലെ, റെഡ് ബ്ലഡ് സെൽ. അതിന്റെ നമ്മുടെ സയന്റിഫിക് നെയിം ആണെന്ത്? എറിത്രോസൈറ്റ് എന്നാണ് പറയാ. ഇതാണ് പറയാ എറിത്രോസൈറ്റ്. അറിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ RBCന് പറയുന്ന പേരെന്താണ്? എറിത്രോസൈറ്റ്. ദാറ്റ് ഈസ് എന്താണ്? റിലേറ്റഡ് ടു എനിത്തിങ് റെഡ് ഓർ എറിത്രോസൈറ്റ്. ഓക്കെ, അടുത്തതാണ് EU. EU എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ യൂഷ്വൽ അല്ലെ, അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ്. ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അടുത്തതാണ് എക്സോ. എക്സോ എക്സോ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്റ്റീരിയർ അല്ലെ. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറം ഭാഗം അല്ലെ, എക്സ്റ്റീരിയർ. നെക്സ്റ്റ് വരുന്നത് എക്സ്ട്രാ. എക്സ്ട്രാ എന്ന് പറയുമ്പോൾ അറിയാലോ, എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഇൻ അഡീഷൻ. എക്സ്ട്രാ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ അഡീഷൻ. ഓക്കെ, അടുത്തത് ഗൈസ്ട്രോ. ഗൈസ്ട്രോ അതൊരു ലാറ്റിൻ വാക്കാണ്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു സ്റ്റൊമക്ക് അല്ലെ. ഗൈസ്ട്രോ എൻറ്ററോളജി നമ്മൾ പഠിച്ചതാണ് അല്ലെ, റിലേറ്റിംഗ് ടു സ്റ്റൊമക്ക്. നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലൈക്കോ. ഗ്ലൈക്കോ എന്താണ് മീനിങ്? ഷുഗർ ആണ് കേട്ടോ. ഷുഗർ എന്ന് ഗ്ലൈക്കോജൻ അല്ലെ. നമ്മുടെ ശരീരത്തിൽ വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സംഭരിച്ച് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഷുഗർ ആണ് കേട്ടോ, ഷുഗർ. ഓക്കെ, അടുത്തത് ഗൈനക്കോ. ഗൈനക്കോ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. ഗൈനക്കോളജി. അപ്പൊ ഗൈനക് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് ടു ഫീമെയിൽസ് ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രത്യുൽപാദന എന്താണ് അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ഗൈനക്കോ. അടുത്തതാണ് ഹെനിറ്റോ. ഹെനിറ്റോ അപ്പൊ നോക്കാം. ഹീൽ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. അപ്പൊ ഹിമേറ്റോ എന്ന് പറഞ്ഞ എന്താണ്? റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. നമ്മൾ പഠിച്ചില്ലേ ഹെമറ്റോളജി അല്ലെ? ഹിം. ഓക്കെ, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ബ്ലഡ്. നെക്സ്റ്റ് വരുന്നത് ഹെമി. ഹെമി എന്ന് പറഞ്ഞ എന്താണ്? ഹാഫ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മള് പണ്ട് ജോഗ്രഫി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഹെമിസ്ഫിയർ നമുക്ക് പറയാറുണ്ട് അല്ലെ? ഹെമിസ്ഫിയർ അർദ്ധഗോളം അല്ലെ? നോർത്തേൺ ഹെമിസ്ഫിയർ, അതുപോലെ എന്താണ് സദേൺ ഹെമിസ്ഫിയർ. ഹെമി എന്ന് പറയുമ്പോൾ എന്താ ഹെമിസ് അർദ്ധഗോളം അല്ലെ? പകുതിയാണ് അല്ലെ? ഹാഫ് ഹാഫ്. നെക്സ്റ്റ് വരുന്നതാണ് ഹീമോ അല്ലെ? ഹീമോ നേരത്തെ തന്നെയാണ് കേട്ടോ. ഹീമോ റിലേറ്റിംഗ് ടു ബ്ലഡ്. അപ്പൊ ഹിമീറ്റോ ഹിമീറ്റ് എന്ന് പറഞ്ഞാലും ഹീമോ എന്നൊക്കെ വാക്കുകള് പ്രിഫിക്സുകൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. അടുത്തത് ഹെപ്പാറ്റോ എന്താണ്? ഹെപ്പാറ്റോ ഹെപ്പാറ്റ് എന്താണ്? റിലേറ്റിംഗ് ടു ദ ലിവർ. ഹെപ്പറ്റോളജി അല്ലെ? ഹെപ്പറ്റോളജി നമ്മൾ പഠിച്ചില്ലേ? ഇസ് ദ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ലിവർ എന്നല്ലേ പഠിച്ചത്? ഓക്കെ, അപ്പൊ ഹെപ്പാറ്റ് റിലേറ്റിംഗ് ടു ദ ലിവർ. അടുത്തത് ഹെക്ടർ. ഹെക്ടർ എന്താണ്? അതർ അല്ലെങ്കിൽ ബാരിയേഴ്സ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അതർ അല്ലെങ്കിൽ ബാരിയേഴ്സ് എന്നുള്ള മീനിങ് ആണ് ഹെക്ടർ. അടുത്തത് ഫോം. HOMO എന്താണ്? ഐഡന്റിക്കൽ, ഒരുപോലെയുള്ളത് അല്ലെ? ഹോമോലോഗസ് എന്നൊക്കെ നമ്മൾ പറയും. ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് എന്നൊക്കെ പറയുന്നത് ഒരുപോലെയുള്ളത്, ഐഡന്റിക്കൽ ആയിട്ടുള്ള, ഒരുപോലെ അല്ലെ? സമാനമായത് ഒക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോ. അപ്പൊ അറിയാം അല്ലെ? ഹൈഡ്രോ എന്താണ്? വാട്ടർ ആണ് അല്ലെ? ഹൈഡ്രോഫോബിയ അല്ലെ? ഹൈഡ്രോ എന്താണ്? ഹൈഡ്രോഫോബിയ എന്ന് വെച്ചാൽ വെള്ളത്തിനോടുള്ള പേടി അല്ലെ? ഹൈഡ്രോ എന്ന വാക്ക് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്? വാട്ടർ ആണ് അല്ലെ? ഓക്കെ, അടുത്തത് ഹൈപ്പർ. അത് നമ്മൾ പലതവണ കണ്ടു. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ തൈറോയിഡിസം അപ്പൊ പറഞ്ഞിരുന്നു. ഹൈപ്പർ എന്ന വാക്ക് ഇതിനെ സൂചിപ്പിക്കുന്നത് ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഹൈപ്പർ. ഹൈപ്പർ എന്താണ്? ഓവർ അല്ലെ? ഓവർ അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂവസ്, കൂടുതലായത്, ഹൈ ലെവല്, ഓവർ ആയത് എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ? ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ ആണ്, ഓവർ ബ്ലഡ് പ്രഷർ ആണ് അല്ലെ? ഹൈപ്പർ തൈറോയിഡിസം അല്ലെ? അങ്ങനെയൊക്കെ ഉള്ളത്. അടുത്തത് ഹൈപ്പോ. ഹൈപ്പോ എന്താണ്? ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അണ്ടർ അല്ലെ? അടിയിൽ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് അല്ലെ? ഇൻസഫിഷ്യന്റ് താഴ്ന്ന ലെവലാണ് അല്ലെ? ഹൈപ്പോ അണ്ടർ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ്. ഓക്കെ, അടുത്തതാണ് ഹിസ്റ്റർ. ഓക്കെ, ഹിസ്റ്റർ. ഹിസ്റ്റർ എന്ന് പറഞ്ഞാല് റിലേറ്റഡ് ടു ദ യൂട്രസ് ആണ്. ഹിസ്റ്റീരിയോക്ടമി എന്നൊക്കെ പറയും. ഹിസ്റ്റീരിയോക്ടമി എന്ന് പറഞ്ഞാല് സർജിക്കൽ റിമൂവൽ ഓഫ് ദ യൂട്രസ് ആണ് കേട്ടോ. നമ്മൾ ഈ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്താ പറയാ? ഹിസ്റ്റീരിയോക്ടമി എന്നാണ് പറയാം. അപ്പൊ ഹിസ്റ്റീരിയോ എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. റിലേറ്റഡ് ടു ദ യൂട്രസ് ആണ്, യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അടുത്തതാണ് ഇൻഫ്ര. ഇൻഫ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ബെനിത്ത്, ഫർദർ ഓൺ എന്നൊക്കെയുള്ള അർത്ഥം. ബെനിത്ത് എന്ന് വെച്ചാൽ എന്താണ്? അടിയിലാണ് അല്ലെ? താഴെയാണ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതുപോലെ ഫർദർ അങ്ങനെയുള്ള മീനിങ് ഉണ്ട് കേട്ടോ. ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇൻഫ്രാസോണിക് താഴെ നമുക്കൊരു ഓഡിബിൾ എന്താ പറയാ റേഞ്ച് ഉണ്ട് അല്ലെ? നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി പൊതുവെ എത്രയാണ്? 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാവുന്ന സൗണ്ട് അതാണ് അല്ലെ? അപ്പൊ നമ്മള് 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങൾ നമ്മൾ ഇൻഫ്രാസോണിക് ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് പറയുന്നത്. വെച്ചാൽ ആ 20 ഹെർട്സിന് താഴെയാണ്, ബെനിത്താണ് അല്ലെ? താഴെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് കേൾക്കാൻ പറ്റില്ല. അതുപോലെ 20,000 ഹെർട്സിന് മുകളിലേക്കുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ഓഡിബിൾ റേഞ്ച് 20 ഹെർട്സ് 20,000 ഹെർട്സിന്. പറഞ്ഞു വന്നതല്ല, ബെനീത്ത് എന്നതിന്റെ മീനിങ് അത് ഇൻഫ്രാസോണിക് എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻഫ്രാ എന്ന് പറഞ്ഞാൽ ബെനീത്ത് എന്നുള്ള അർത്ഥം താഴെ. ഓക്കെ, നോർമൽ ലെവലിന് താഴെ, ബെനീത്ത് അടിയിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഫർദറോട്. അടുത്തതാണ് ഇന്റർ. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു വാക്കാണ് ഇന്ററും ഇൻട്രായും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാര്യം നമുക്ക് ഇനി ഒരുപാട് ചാപ്റ്ററുകളിലൊക്കെ വരുമ്പോ ഈ വാക്കുകൾ വരുന്നുണ്ട് കേട്ടോ. ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർമിഡിൽ ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇന്റർമിഡിൽ ഓഫ്, അതിനിടയിൽ, ഇന്റർ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒക്കെയുള്ള മീനിങ് ആണ് കേട്ടോ ഇന്റർ. ഇൻട്രാ എന്ന് പറഞ്ഞാല്, ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൈഡ് എന്നാണ്. ഇൻസൈഡ് അതായത് വിത്തിൻ ദ എന്നുള്ള അർത്ഥമാണ്. നമ്മളിപ്പോ എന്താ പറയാ, ഇന്റർ ട്രാൻസ്ഫർ
അങ്ങനെ ക്ലാസ് ഉണ്ട്. ഇന്റർ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ട്രാൻസ്ഫർ ഉണ്ട്. ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർ ആണല്ലോ, അത് വ്യത്യസ്ത ആളുകൾക്കിടയിലാണ്. ഇന്റർമീഡിയറ്റ് ഇൻ ബിറ്റ്വീൻ. ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇൻ ദ മിഡിൽ ഓഫ് ഹോസ്പിറ്റൽ എന്നുള്ള അർത്ഥമാണ്. അതേസമയം ഇൻട്രാ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതായത് പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ് വിത്തിൻ ദ ഡിഫറെന്റ് യൂണിറ്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ, അതിനകത്ത് തന്നെ എന്താണ്? വിത്തിൻ ദ ഹോസ്പിറ്റലിനകത്ത് തന്നെ നടക്കുന്ന ഇൻട്രാ ട്രാൻസ്ഫർ. ഓക്കെ, ഇന്റർ എന്ന് പറയുന്നത് മാറിപ്പോയത് കണ്ടുപിടിക്കുന്ന തെറ്റിയിട്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ളതാണോ എന്ന് ചിന്തിക്കും. അല്ല, ഇന്റർ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഓഫ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് എന്നുള്ള അർത്ഥമാണ്. ഇന്റർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നുള്ള മീനിങ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഐസോ. ഐസോ എന്താണ് മീനിങ്? ഈക്വൽ എന്നാണ് കേട്ടോ. ഐസോട്ടം, ഐസോട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരേ ഊഷ്മാവുള്ളത്, ഐസോബാർ ഒരേ പ്രഷർ ഉള്ളത്, അല്ലെ? അങ്ങനെയൊക്കെയുള്ളത്. ഐസോ എന്ന വാക്ക് പറയാ, തന്നെ ഐസോബാർ, ഐസോടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരേപോലെയാണ് കേട്ടോ. ഐസോട്ടം എന്നൊക്കെ ഓർത്താൽ മതി. ഒരേപോലെ ടെമ്പറേച്ചർ വരുന്നത് കേട്ടോ. ഈക്വൽ എന്നുള്ള അർത്ഥമാണ്. ലാറ്ററോ, ലാറ്ററോ എന്താ മീനിങ്? സൈഡ്. ലാറ്ററൽ, ലാറ്ററൽ മീൻസ് എന്താണ്? സൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഒരു വശം, സൈഡ് എന്നുള്ള അർത്ഥമാണ്. ല്യൂക്കോ, ല്യൂക്കോ പഠിച്ചു വെക്കണം. ല്യൂക്കോസൈറ്റ് റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ ല്യൂക്കോസൈറ്റ്, അതായത് വെള്ള നിറം, വെള്ളയുമായിട്ട് ബന്ധപ്പെട്ട WBC ഉണ്ടല്ലോ, അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ല്യൂക്കോസൈറ്റ് എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. RBCയുടെ എന്താണ്? എറിത്രോസൈറ്റ് എന്നാണ്. എന്നതുപോലെ WBCയുടെ സയന്റിഫിക് എന്താണ്? സയന്റിഫിക് നെയിം എന്താണ്? ല്യൂക്കോസൈറ്റ് എന്നാണ് കേട്ടോ. എന്താണ്? ല്യൂക്കോസൈറ്റ്. നമുക്ക് പോകുന്നത് കേട്ടോ. WBCയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്: 47, 48, 49, 50, 52, 53, 56, 57, 58, 65. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം നമ്പേഴ്സ്, ശ്രദ്ധിച്ച് എഴുതാം. 47, 48, 49, 50, 52, 53, 56, 57, 58, 65. കിട്ടിയോ നമ്പേഴ്സ്? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കൂ. ആ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. അതിപ്പോ പറഞ്ഞില്ലേ, അതൊന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം കേട്ടോ. അടുത്ത പേജിലേക്ക് കിടക്കാം. അടുത്തത് 66 തൊട്ടാണ് കേട്ടോ. 66 തൊട്ട് എത്ര വരെയുണ്ട്? 90 കേട്ടോ. 90 വരെയുണ്ട് പേജ് എടുത്താണ്. വായിക്കാൻ നമുക്ക്, വായിച്ചിട്ട് ലാസ്റ്റ് മാർക്ക് ചെയ്യും കേട്ടോ. അടുത്തതാണ് ലിത്തോ. എന്താണ് ലിത്തോ? ലിത്തോ എന്താണ്? റിലേറ്റിംഗ് ടു എ സ്റ്റോൺ ആണ് കേട്ടോ. കല്ല്, കല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ലിത്തോ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ, ഞാൻ മെഡിക്കൽ ടേം അല്ല പറയുന്നത്, ലിത്തോസ്ഫിയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലിത്തോസ്ഫിയർ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പുറമെ ലിത്തോസ്ഫിയർ അല്ലെ, എന്ന് വെച്ചാൽ കല്ലുകളും പാറകളൊക്കെ ഉള്ള ഭാഗങ്ങളെയാണ് നമ്മൾ പറയാറ് അല്ലെ, ലിത്തോസ്ഫിയർ. ഓക്കെ, ഇത് മെഡിക്കൽ ടേം അല്ല, പക്ഷെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
അപ്പൊ ലിത്തോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ സ്റ്റോൺ. പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ നമ്മുടെ വൃക്കയിലെ കല്ലുകളൊക്കെ വരില്ലേ, മൂത്രത്തിൽ കല്ല്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ലിത്തോ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു എ സ്റ്റോൺ എന്നാണ് കേട്ടോ. ഓക്കെ, മാക്രോ. മാക്രോ എന്താണ്? ഹ്യൂജ് എന്നാണ് കേട്ടോ. ഹ്യൂജ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഹൈറ്റ് കണക്കിരിക്കുന്നത് ഹ്യൂജ് ആണ് കേട്ടോ. വലുത് നമുക്ക് പറയാം മാക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? വലുത്, വലുതാക്കി കാണാൻ. മാക്രോസ്കോപ്പിക് ഇമേജ് നമുക്ക് പറയുന്നത് എന്താ? വലുതാക്കി കാണിക്കുക അല്ലെ. ഓക്കെ, ഹ്യൂജ്. അടുത്തത് മാൽ. മാൽ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ എന്നാണ് അർത്ഥം. എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ. മാൽ പ്രാക്ടീസ് പറയും, മാൽ ഫംഗ്ഷൻ, മാൽ പ്രാക്ടീസ്. മാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്നോർമൽ ആയിട്ട്, ബാഡ് ആയിട്ട്, അൺയൂഷ്വൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് അല്ലെ. അതുപോലെ തന്നെ മാൽ ഫംഗ്ഷൻ, മാൽ ന്യൂട്രീഷൻ അല്ലെ, പോഷകാഹാരം, ബാഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ വേണ്ടത്ര പോഷകാഹാരം ഇല്ലാത്ത അവസ്ഥ അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. മാൽ ന്യൂട്രീഷൻ, മാൽ പ്രാക്ടീസ്, മാൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മാലിന്റെ പ്രാക്ടീസിന്റെ മീനിങ് ബാഡ് ഓർ അൺയൂഷ്വൽ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് മിഡിൽ. MEDI, മീഡിയൻ നോട്ടാൽ മതി കേട്ടോ. മീഡിയൻ, മീഡിയൻ എന്ന് പറയുന്നത് എന്താ? മിഡിൽ ആണ് അല്ലെ. ഓക്കെ, മിഡിൽ. നെക്സ്റ്റ് വരുന്നത് മെഗാ. മെഗാ നമുക്കറിയാം എന്താണ്? ഹ്യൂജ് എന്നല്ല അർത്ഥം. മെഗാമേള, മെഗാ സ്റ്റാർ ഒക്കെ പറയാറില്ലേ നമ്മള്. മെഗാ, ഹെപ്പാറ്റോ മെഗാലി, മെഗാലി അല്ലെ. വലിപ്പം വയ്ക്കാണ്. ഹെപ്പാറ്റോ മെഗാലി എന്നൊക്കെ പറഞ്ഞിട്ടാ സാധാരണത്തെക്കാൾ വലിപ്പത്തില് ലിവർ വലുതാവുക അല്ലെ. ഹെപ്പാറ്റോ മെഗാലി, ഹെപ്പാറ്റോ ലിവറാണ് നമുക്കറിയാം. ഹെപ്പാറ്റോ മെഗാലി ഫാറ്റി ലിവർ ഒക്കെ വരുന്ന സമയത്ത് ഡിഫറൻസ് ഹെപ്പാറ്റോ മെഗാലി എന്താണ്? ലിവർ സാധാരണത്തെക്കാൾ ഹ്യൂജ് ആണ്. ബിക്കോസ് എന്താണ്? ഫാറ്റി ലിവറിലാണ് കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മെഗാ അറിയാവുന്നതാണ്, ഹ്യൂജ് ആണ് കേട്ടോ. ഓക്കെ, മെലാൻ. മെലാൻ എന്താ മീനിങ്? ബ്ലാക്ക്. എന്താണ്? ബ്ലാക്ക്. നമുക്കറിയാം നമ്മുടെ സ്കിന്ന് അല്ലെ. നമ്മുടെ സ്കിന്നിന് ആ ഒരു കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേര് എന്താണ്? മെലാനിൻ എന്നാണ് അല്ലെ. മെലാനിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ മുഖത്ത് മറുകുകളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ പറയും മെലാനിൻ അവിടെ കട്ട പിടിച്ചിട്ടാണെന്ന് പറയും അല്ലെ. അപ്പൊ കട്ട പിടിക്കുമ്പോഴാണ് കറുത്ത മറുകുകളായിട്ടൊക്കെ നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് മെലാൻ എന്ന വാക്കിന്റെ അർത്ഥം ബ്ലാക്ക് എന്നാണ് കേട്ടോ. അതാണ് ബ്ലാക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെനിൻജോ. ഓ എന്ന വവലാണ് സാധാരണയായിട്ട് ചേർക്കുക. മെനിൻജോ. മെനിൻജോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു എ മെംബ്രെയിൻ, മെനിഞ്ചസ് അല്ലെ. മെനിഞ്ചസ് എന്ന് പറയുന്ന ആവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രെയിൻ അല്ലെ, നമ്മുടെ തലച്ചോറ്, അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡിയെ കവർ ചെയ്യുന്ന എന്താണ്? ഒരു മെംബ്രെയിൻ ആണ് കേട്ടോ. ഒരു കവറിംഗ്, ഒരു ആവരണമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെനിഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. മെനിഞ്ചസ് എന്താണ്? ഇതൊരു മെംബ്രെയിൻ ആണ്, അതൊരു കവറിംഗ് ആണ്. എങ്ങനെയാണ് കവർ ചെയ്യുന്നത്? ബ്രെയിനെയും അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡിനെയുള്ള ഒരു കവറിംഗ് ആണ്, ഒരു ആവരണത്തിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് മൈക്രോ. നമുക്കറിയാലോ മൈക്രോ, മൈക്രോസ്കോപ്പിക് ഇമേജ്, മൈക്രോസ്കോപ്പിക് എന്നൊക്കെ പറയുന്നത് ടൈനി അല്ലെ. മൈക്രോസ്കോപ്പിക് ആയിട്ട് അത്രയും സൂക്ഷ്മമായിട്ട്, അത്രയും ചെറുതായിട്ട്, ടൈനി അല്ലെ. ടൈനി എന്നുള്ള മോണോ. മോണോ എന്താണ്? മോണോ മോണോ എന്താണ്? സിംഗിൾ അല്ലെ. മോണോ എന്താണ്? സിംഗിൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മൈലോ. മൈലോ ഓ എന്ന വവലാണ് ചേർന്നത് കേട്ടോ. മൈലോ എന്ന് പറയുന്നത് റിലേറ്റീവ് ടു സ്പൈനൽ കോഡ്, നമ്മുടെ സുഷുമ്നാ നാഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ബോൺ മാരോ, അസ്ഥിമജ്ജ. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. മൈലിൻ ഷീറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? മൈലിൻ ഷീറ്റ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മൈലിൻ ഷീറ്റ് ആരും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടുണ്ടോ? മൈലിൻ ഷീറ്റ് കേട്ടിട്ടില്ല. ഓക്കെ, കേട്ടിട്ടുണ്ട്. സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ ബയോളജി ടെക്സ്റ്റിനകത്ത് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഈ സ്പൈനൽ കോഡിന്റെ ഒക്കെ ഭാഗത്ത് കവറിംഗ് ഉണ്ട്. മൈലിൻ ഷീറ്റ് ഇവിടെയാണ് വരുന്നത്. സ്പൈനൽ കോഡിലാണ്, ന്യൂറോൺസിലാണ്, നെർവിന്റെ ഭാഗത്താണ്. ഓക്കെ, വിട്ട് ഇത് ആലോചിച്ചാൽ മതി. മൈലോ എന്ന് പറഞ്ഞാല് റിലേറ്റീവ് ടു സ്പൈനൽ കോഡ് അഥവാ ബോൺ മാരോ കേട്ടോ. അസ്ഥിമജ്ജ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് മയോ. മയോ എന്താണ്? റിലേറ്റീവ് ടു മസിൽ, മസിലുമായിട്ട്, പേശിയുമായിട്ട് മയോകാർഡിയം എന്ന് പറയും. മയോകാർഡിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയപേശികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. മയോകാർഡിയം. ഓക്കെ, മയോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മയോഗ്രഫി, ഇലക്ട്രോ മയോഗ്രഫി ECG എന്താ പറയുക, ECG എന്നൊക്കെ പറയുന്ന പോലെ EMG ഇലക്ട്രോ മയോഗ്രഫി, മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട
കാര്യങ്ങളെയാണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മയോ എന്ന് പറയുന്നത് റിലേറ്റീവ് ടു മസിൽ ആണ്. ഓക്കെ, അടുത്തത് നാസോ. നാസോ എന്താണ്? റിലേറ്റീവ് ടു ദ നോസ് അല്ലെ, നോസുമായിട്ട് ബന്ധം. നാസോ ഗ്യാസ്ട്രിക്. നാസോ എന്ന് പറയുന്ന നാസോ മീൻസ് റിലേറ്റീവ് ടു നോസ്, മുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിയോ, നിയോ നമുക്കറിയാം. നിയോ നാച്ചുറൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU പഠിച്ചില്ലേ? നിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ന്യൂ ആണ് അല്ലെ, ന്യൂ എന്നുള്ള അർത്ഥമുണ്ട്. നിയോ നാച്ചുറൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അതെന്താണ്? ഈ പറയുന്ന ന്യൂ ബോൺ ബേബീസിന്റെ യൂണിറ്റ് ആണ് അല്ലെ NICU എന്ന് പറയുന്നത്. നിയോ മീൻസ് ന്യൂ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, നെഫ്രോ എന്താണ്? നെഫ്രോ, നെഫ്രോ എന്താണ്? റിലേറ്റീവ് ടു ദ കിഡ്നി ആണ്. നമ്മൾ പഠിച്ചതാണ് നെഫ്രോളജി അല്ലെ. നെഫ്രോ റിലേറ്റീവ് ടു കിഡ്നി. അടുത്തത് ന്യൂറോ. ന്യൂറോ എന്താണ്? റിലേറ്റീവ് ടു ദ നെർവസ് സിസ്റ്റം. നൊക്ടർ, നൊക്ടർ, നൊക്ടർ എന്താണ് മീനിങ്? നൈറ്റ് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഇനി വരുന്നുണ്ട് വേറെ ഭാഗത്ത് വരുന്നുണ്ട്, അത് ചോദിക്കും, നിങ്ങൾ പറയണം. ഓക്കെ, നൊക്ടർ എന്താണ്? നൈറ്റ് എന്നാണ് കേട്ടോ, നൈറ്റ്. ഓക്കെ, ഒലിഗോ. ഒലിഗോ, ഒലിഗോ നമ്മൾ ചേർക്കുന്നു. ഒലിഗോ ടൈനി ലാക്കിംഗ് അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞത്. ടൈനി ലാക്കിംഗ് എന്ന് വെച്ചാൽ കുറച്ച് കുറവുണ്ട്, കുറച്ച് കുറവ്, അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് അഭാവം അല്ലെ, കുറവ്, അഭാവം എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ ഒലിഗോ. അടുത്തതാണ് ഊഫോറോ. എന്താണ്? ഊഫോറോ. ഊഫോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേറ്റീവ് ടു ദ നെർവസ് സിസ്റ്റം ആണ്. അപ്പൊ നോക്കാം, ന്യൂറോ എന്ന് പറഞ്ഞാലും നെർവസ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഊഫോറോ, ഊഫോറോ എന്ന് പറഞ്ഞാലും റിലേറ്റീവ് ടു ദ നെർവസ് സിസ്റ്റം. അതൊക്കെ മെഡിക്കൽ ടേമുകളാണ് കേട്ടോ, നമുക്കത് അധികം ഫെമിലിയർ ആവശ്യമില്ല. എന്തായാലും ഊഫോറോ എന്താണ്? റിലേറ്റീവ് ടു ദ നെർവസ് സിസ്റ്റം. ഒഫ്താൽമോ തെറ്റില്ല, ഒഫ്താൽമോ, ഒഫ്താൽമോളജി പഠിച്ചിട്ടുണ്ട്. സോ റിലേറ്റീവ് ടു ദ ഐ ആണ് അല്ലെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റീവ് ടു ഐ. ഇനി അടുത്ത മൂന്നെണ്ണം ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് ഓർക്കിഡോ അല്ലെ, ഓർക്കിഡോ, അതുപോലെ ഓർക്കിലോ, ഓറോ എന്നൊക്കെ പറയുന്നതിന്റെ മീനിങ് എന്താണ്? റിലേറ്റീവ് ടു ടെസ്റ്റിക്കിൾസ് ആണ് അല്ലെ, അതായത് പുരുഷനങ്ങള്, പുരുഷൻ എന്താണ്? പ്രത്യുൽപാദന അവയവം ആണ്. ഓക്കെ, ടെസ്റ്റിക്കിൾസ്. അപ്പൊ അതിന് പറയുന്നതാണ് ഓർക്കിഡോ അല്ലെങ്കിൽ ഓർക്കിലോ, ഓറോ എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് ടു ദ ടെസ്റ്റിക്കിൾസ്. അടുത്തതാണ് ഓർത്തോ. ഓർത്തോ, ഓർത്തോ. അപ്പൊ പെട്ടെന്ന് ബോൺസ് എന്ന് ചിന്തിക്കല്ലേ, അത് ഓർത്തോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓർ നോർമൽ എന്നുള്ള മീനിങ്, നേരായത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓർത്തോഡോണ്ടിക്സ് എന്നൊക്കെ പറയും. ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രെയിറ്റനിങ് ഓഫ് ദ ഫേസ് ആണ്. നമ്മുടെ പല്ലുകള് നിലകൊത്തതാക്കുന്നത്, സ്ട്രെയിറ്റ് ചെയ്യുന്നതിനൊക്കെ ഓർത്തോഡോണ്ടിക്സ് ആണ് പറയുക. ഓർത്തോ എന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് ആണ്, സ്ട്രെയിറ്റ്, ഡയറക്റ്റ് ഓർ നോർമൽ എന്നുള്ള മീനിങ്. ഓസ്റ്റിയോ, ഓസ്റ്റിയോ, ഓസ്റ്റിയോപൊറോസിസ് പഠിച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റിനകത്ത് പഠിച്ചിരുന്നു അല്ലെ. ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റീവ് ടു ബോൺ അല്ലെ, ബോൺ അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് വാക്കാണ്? ഓസ്റ്റിയോ. ഇത് പഠിച്ചില്ലേ? ഓസ്റ്റിയോപൊറോസിസ് അല്ലെ, എന്താണ്? കാൽസ്യം ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ബോൺസുകള്, അസ്ഥികൾ എന്ത് ആവുകയാണ്? ഫ്രജൈൽ ആവുകയാണ്, ആവുകയും പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് റിലേറ്റീവ് ടു ബോൺ. അപ്പൊ മസിലുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാ? മസിലുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ പഠിച്ചില്ല, ഏതായിരുന്നത്? നിങ്ങൾ പറഞ്ഞേ, ഇപ്പൊ തന്നെ പഠിച്ചില്ല. മസിലുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? ഓസ്റ്റിയോ റിലേറ്റീവ് ടു ബോൺ ആണ്. ഓക്കെ, റിലേറ്റീവ് ടു മസിൽ, മസിലുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് ഏതാണ്? ഇപ്പൊ പഠിച്ചതാണല്ലോ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്, മയോ. എന്താണ്? മയോ. ഓക്കെ, അടുത്തതാണ് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോ. ഓട്ടോ എന്താണ്? റിലേറ്റീവ് ടു ഇയർ ആണ് കേട്ടോ, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓട്ടോളജി, ഓട്ടോളജി എന്താണ്? നമ്മുടെ ഹിയറിംഗ്. ഓക്കെ, ഹിയറിംഗുമായിട്ട്, ഇയറുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. പഠിച്ചിട്ടുണ്ട് നമ്മള് ENT-യില് ഓട്ടോലാരിങ്കോളജിസ്റ്റ് പഠിച്ചില്ലേ? ഓട്ടോലാരിങ്കോളജിസ്റ്റ് ENT എന്നാണ് പൊതുവെ നമ്മൾ പറയാ. ഷാബേരും കൂടെ പഠിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോലാരിങ്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഓട്ടോ റിലേറ്റീവ് ടു ഇയർ ആണ്. ഓക്കെ, ദെൻ അതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 67, 67, 67, 70, 70, 73, 73 കേട്ടോ. 73, 79, 79, 80, 80 മാർക്ക് ചെയ്യാം. 84, 84, 89, 89.
ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. 67, 70, 73, 79, 80, 84, 89. കിട്ടിയോ നമ്പേഴ്സ്? നമ്പേഴ്സ് കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ, ഒന്നുകൂടി പറയണോ? 67, 70, 73, 79, 80, 84, 89. കിട്ടിയോ? എനിക്ക് കിട്ടിയോ? ഓക്കെ, വായിച്ചു നോക്കൂ കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഇതൊന്ന് വായിക്കേ. വായിച്ചു നോക്കിയല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്പർ പറയുമ്പോ നമ്മളിപ്പോ ഈ പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ടുകളുടെ അബ്രിവേഷൻ ഒക്കെ പറയും. എല്ലാം ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. നമ്പർ 1ൽ നിന്ന് തന്നെയാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ പേജ് നടക്കുന്നത് ചിലപ്പോൾ സഫിക്സിലൊക്കെ പോയിട്ട് 84 അവിടെയും കാണും. ഓക്കെ, 84 അവിടെയും കാണും. അപ്പൊ കറക്റ്റ് നോക്കണം. നമ്മൾ ഇപ്പൊ പറയുന്നത് പ്രിഫിക്സ് ആണ് കേട്ടോ. പ്രിഫിക്സ് ആണ് പറയുന്നത്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ തന്നെയാണ് കേട്ടോ. ചിലവർ ചിലപ്പോ സഫിക്സിന്റെ പേജ് എടുത്ത് വെച്ച് ഞാൻ ഈ പറയുന്ന നമ്പർ വായിച്ചാൽ തെറ്റിപ്പോകും. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. പ്രിഫിക്സ് ആണ്. ഇടയിൽ കയറുമ്പോഴേ എന്ത് സംശയം വരും. ചിലപ്പോ മറക്കുക ഏതാണ്ട് എടുക്കണം. പ്രിഫിക്സിൽ 84 ആണോ സഫിക്സിൽ 84 ആണോ എന്നൊക്കെ ഒരു സംശയം വരും. പറഞ്ഞില്ല. ഒരു ക്ലാസ്സിൽ എടുത്തിട്ട് ഇതുപോലെ പ്രശ്നം മതി. പറഞ്ഞ നമ്പേഴ്സ് ഒന്നും കാണുന്നില്ല പറഞ്ഞപ്പോ ആള് വേറെ എടുത്ത് വെച്ച് സഫിക്സ് എന്തോ എടുക്കുന്നത്. പ്രിഫിക്സിലെ നമ്പേഴ്സ് ആയിരുന്നു ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. നെക്സ്റ്റ് പേജില് 91 തൊട്ട് 115 വരെയാണ് കേട്ടോ. 115 വരെ. ഓക്കെ, 91 മുതൽ 115 വരെയുള്ള പേജാണ് കേട്ടോ. വായിക്കാൻ നമുക്ക് പാര. പാര എന്താ? ഡിസൈഡ്, അരികിൽ. പാരാതൈറോയിഡ്. പാരാതൈറോയിഡ് ആരാ? തൈറോയിഡിന്റെ അരികിലായിട്ടിരിക്കുന്ന ആളല്ലേ. തൈറോയിഡിന്റെ ഡിസൈഡ് ഉള്ള ആളല്ലേ പാരാതൈറോയിഡ്. ഓക്കെ, അപ്പൊ പാര മീൻസ് ഡിസൈഡ്. അടുത്തത് പാത്തോ. അറിയാം, പാത്തോളജി അല്ലെ. സ്റ്റഡി ഓഫ് ഡിസീസ് പഠിച്ചിട്ടുണ്ട്. പാത്തോ റിലേറ്റിംഗ് ടു ഡിസീസ്. ഓക്കെ, മീൻസ് എന്താണ്? ത്രൂ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ത്രൂ, അതിലൂടെ. നമ്മൾ പറയാം പെർമിയബിൾ എന്നൊക്കെ പറയില്ല, അതിലൂടെ അല്ലെ. പെർമിയബിൾ എന്ന് വെച്ചാൽ അതിലൂടെ ത്രൂ, അതിലൂടെ കടക്കാൻ പറ്റില്ല. ത്രൂ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പെരി, പെരി എന്താണ്? പെരിത് എറൗണ്ട്. അതായത് എറൗണ്ട്, ചുറ്റും. നമ്മൾ മാത്സിൽ പറയുമല്ലോ പെരിമീറ്റർ എന്നല്ലേ പറയാം. ചുറ്റളവ്, ചുറ്റളവിന്റെ പെരിമീറ്റർ എന്നല്ലേ ഇംഗ്ലീഷിൽ പറയുന്നത്. പെരി ചുറ്റുമാണ് അല്ലെ, എറൗണ്ട് ആണ്. അത് മെഡിക്കൽ ടൈം അല്ല, ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. ഫാഗോ, ഫാഗോ എന്താണ്? മീനിങ് എന്താ? റിലേറ്റിംഗ് ടു ഈറ്റ് ആണ് കേട്ടോ. റിലേറ്റിംഗ് ടു ഈറ്റ്, തിന്നുന്നത്, വിഴുങ്ങുന്നത് കേട്ട് ബന്ധപ്പെട്ടതാണ്. മെഡിക്കൽ ടേംസ് ഉണ്ട്. അത് WBC ഉണ്ടല്ലോ, അത് 5 ലൈനുകളുണ്ട്. അതിനകത്ത് ന്യൂട്രോഫിൽ, ഈസ്റ്റനോഫിൽ, ബേസോഫിൽ, ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റ്, ഫാഗോ മീൻസ് വിഴുങ്ങി നശിപ്പിക്കുന്ന ആളാണ്. വിഴുങ്ങ, തിന്ന് നശിപ്പിക്കുന്ന ആളാണ് കേട്ടോ. ഫാഗോ റിലേറ്റിംഗ് ടു ഇത്. നമ്മള് CBC ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. അതിലൊക്കെ ചെയ്യുമല്ലോ നമ്മള്. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ആ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതിനകത്ത് കാണാമല്ലോ. ന്യൂട്രോഫിൽ കണ്ടിട്ടുണ്ടാവും. ന്യൂട്രോഫിൽ, ഈസ്റ്റനോഫിൽ, ബേസോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ് എന്നൊക്കെ പറഞ്ഞ് WBCയുടെ പല സ്ഥലങ്ങളും അതിനകത്ത് കാണാം കേട്ടോ. അതിനകത്ത് ഒരു WBCയുടെ ഫംഗ്ഷൻ ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ അണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആളാണ്. വിഴുങ്ങ, തിന്ന എന്നുള്ള അർത്ഥം കേട്ടോ. സോ ഫാഗോ മീൻസ് റിലേറ്റിംഗ് ടു ഈറ്റ് എന്നാണ്. ഫാരിംഗോ, ഫാരിംഗോ, ഫാരിങ്സ്, ഫാരിംഗോ അറിയാം.
റിലേറ്റഡ് ടു ത്രോട്ട് അല്ലെ, തൊണ്ട അല്ലെങ്കിൽ ഫാരിങ്സ് അല്ലെ, ഫാരിങ്സ് എന്താണ് ഫാരിങ്സിന്റെ ശ്വസനനാളം, ശ്വസനനാളത്തിന്റെ ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിംഗോ കേട്ടോ, റിലേറ്റഡ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ്. നെക്സ്റ്റ് ഫിലബോ. ഫിലബോ എന്താണ്? റിലേറ്റഡ് ടു വെയിൻ. എന്താണ്? റിലേറ്റഡ് ടു വെയിൻ. നിങ്ങൾ ലബോറട്ടറി പഠിച്ചോ? ലബോറട്ടറി സർവീസ് പഠിച്ചു. ഫിലബോട്ടോമിസ്റ്റ് പഠിച്ചോ? പഠിച്ചില്ലേ? ഹൈറാർക്കിയിൽ പഠിച്ചില്ലേ ഫിലബോട്ടോമിസ്റ്റ്? അപ്പൊ ഒന്ന് കണക്ട് ചെയ്തേ. ഫിലബോ റിലേറ്റഡ് ടു വെയിൻ. എന്താണ് വെയിൻ? ഇതിലൂടെ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്ന വെയിനിലൂടെയല്ലേ കളക്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഫിലബോ റിലേറ്റഡ് ടു വെയിൻ, വെയിനുമായിട്ട് ബന്ധപ്പെട്ടത്. ന്യൂമോ, ഇവിടെ സ്പെല്ലിംഗ് ഒന്ന് തിരിച്ചല്ലോ കേട്ടോ. കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. PH വേണം കേട്ടോ. PHENUM എന്നാണ്. കറക്റ്റ് ആണോ? ടെക്സ്റ്റില് കറക്റ്റ് ആണോ? PH ഉണ്ടാവും ടെക്സ്റ്റിനകത്ത്. നോക്കിയേ, ഇല്ല. അത് എഴുതി ചേർക്കണം കേട്ടോ. ന്യൂമോണിയ എന്ന് പറയില്ല, സ്പെല്ലിംഗ് ആണ് കേട്ടോ. PH ആണ്. PH ചേർത്താൽ മതി. PHENUM. ഓക്കെ, ന്യൂമോ. ന്യൂമോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ന്യൂമോണിയെ പറ്റി ചിന്തിച്ചാൽ മതി. ന്യൂമോണിയ ഏത് ഭാഗത്തിന് വരുന്ന അസുഖമാണ് ന്യൂമോണിയ? ലങ്സ് അല്ലെ, നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖമല്ലേ ന്യൂമോണിയ എന്ന് പറയുന്നത്. സോ ന്യൂമോ റിലേറ്റഡ് ടു ലങ്സ്, ലങ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ എയർ ഓർ റെസ്പിറേഷൻ, ശ്വസനം അല്ലെ, ശ്വസനാവയവമാണ് അല്ലെ ലങ്സ്, ശ്വാസകോശം അല്ലെ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട വാക്ക്. നിങ്ങൾ എന്ത് കണക്ട് ന്യൂമോണിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ന്യൂമോണിയ എന്തിനു വരുന്നതാ? ശ്വാസകോശത്തിന് വരുന്നത്. അടുത്തതാണ് പോളി. പോളി എന്താണ്? മൾട്ടി എന്നുള്ള അർത്ഥമാണ് അല്ലെ. പോളി മീൻസ് മൾട്ടി. പോളിമർ എന്നൊക്കെ പറയാതെ, പോളിമർ അല്ലെ, ഒരുപാട് മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെ പോളി എന്ന് പറഞ്ഞാൽ മൾട്ടി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പോളികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. ഓക്കെ, മൾട്ടിപ്പിൾ എന്നുള്ള കേട്ടോ. പോസ്റ്റ് അറിയാലോ, പോസ്റ്റ്, ആഫ്റ്റർ, ബിഹൈൻഡ് എന്നൊക്കെ അർത്ഥമാണ് അല്ലെ. പോസ്റ്റ് ഗ്രാജുവേറ്റ്, ആഫ്റ്റർ ഗ്രാജുവേഷൻ അല്ലെ, ഗ്രാജുവേഷൻ അതിന്റെ നമ്മൾ അറിയാം. പോസ്റ്റ് അല്ലെ, പോസ്റ്റ് ആഫ്റ്റർ അല്ലെ, ബിഹൈൻഡ്. പ്രീ എന്താണ്? ബിഫോർ അല്ലെ. പ്രീ എന്താണ്? 3 ഡിഗ്രി, ഡിഗ്രിക്ക് മുന്നേ അല്ലെ. പ്രീ, ഓക്കെ, ബിഫോർ എന്നുള്ള അർത്ഥം. പ്രോ എന്താണ്? ബിഫോർ എന്നുള്ള അർത്ഥം കേട്ടോ. ബിഫോർ ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിൽ. അതുപോലെ തന്നെ എന്താ പറയാ, ബിഫോർ മുൻപ് എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. പ്രോ. ഓക്കെ, അടുത്തതാണ് പ്രോ പറഞ്ഞപ്പോഴേ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്നൊക്കെ പറയും. പഠിക്കൂട്ടെ നിങ്ങൾ? പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്. പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർജറിക്ക് മുൻപായിട്ട് കൊടുക്കുന്ന മരുന്നാണ്. അത് വെച്ച് എല്ലാവർക്കും കൊടുക്കില്ല. ഇപ്പൊ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മള് നോസോകോമിയൽ ഇൻഫെക്ഷൻ പഠിച്ചില്ലേ? അപ്പൊ ഈ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനെ പറ്റി പറഞ്ഞില്ലേ? സർജിക്കൽ സൈറ്റ് സർജറി കഴിഞ്ഞാൽ ചെറിയ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചല്ലോ നോസോകോമിയൽ വൈറസ് ഇമ്മ്യൂണിറ്റിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് സർജറിക്ക് മുൻപായിട്ട് തന്നെ കൊടുക്കുന്ന മരുന്നാണ് പ്രോഫൈലാക്സിസ് എന്നാണ് പറയുന്നത്. പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്. സർജറി കഴിഞ്ഞിട്ട് പിന്നീട് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് കൊടുക്കുന്നത്. അപ്പൊ മുന്നോടി അല്ലെ, ബിഫോർ, മുൻപ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രോ മീൻസ് ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്, എത്താൻ വേണ്ടി പറഞ്ഞതാണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രോക്റ്റ്. പ്രോക്റ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ടു ദ രക്തമാണ് കേട്ടോ. രക്തമായിട്ട് ബന്ധം. രക്തം എന്താ? മലാശയം. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഗൈസ്ട്രോഎൻട്രോളജിക്കകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? കുടലിന്റെ ഭാഗങ്ങൾ പറഞ്ഞ് പഠിച്ചില്ലേ? സീക്കം, കോളൻ, രക്തം. രക്തം എന്താണ്? മലാശയമാണ് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് പ്രൊക്റ്റ്. പ്രൊക്റ്റോ എന്ന റോഗനാണ് സാധാരണ ചേർക്കുക. റിലേറ്റീവ് ടു ദ രക്തം. സ്യൂഡോ. സ്യൂഡോ മീൻസ് ഫേക്ക് അല്ല, ഫേക്ക് ആണ് കേട്ടോ. ഫേക്ക് കറക്റ്റ് ആണോ? ടെക്സ്റ്റില് കറക്റ്റ് ആണോ? ഫേക്ക് എന്നാണോ എടുക്കുന്നത് അതോ ഫേക്ക് എന്നാണോ എടുക്കുന്നത്? ഫേക്ക് ആണ് കേട്ടോ. ഫേക്ക്. ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാമോ? ക്ലാസ്സിൽ ഇല്ലേ ആരും? എല്ലാവരും പോയി കാണാം. ഓക്കെ, ഫാൾസ് ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. ഫേക്ക് ആണ് കേട്ടോ. ഇവിടെ ഫേക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. അനുസരിച്ച് സ്യൂഡോ മീൻസ് ഫേക്ക്, വ്യാജമായിട്ട്. സ്യൂഡോ ഇവൻ സെറ്റ് ആയത്. സ്യൂഡോ മീൻസ് ഫേക്ക് ആയിട്ടുള്ളത്, വ്യാജമായിട്ട്.
സൈക്കോ അറിയാലോ, റിലേറ്റിംഗ് ടു ദ മൈൻഡ്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് സൈക്കോളജി. അടുത്തത് പൾമോണോളജി നമ്മൾ പഠിച്ചതാണ്, റിലേറ്റിംഗ് ടു ദ ലങ്സ്, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. അതുപോലെ ഇപ്പൊ പഠിച്ചിട്ടോ ന്യൂമോയും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ലങ്സ് ആയിട്ട് ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ് കേട്ടോ. അതേ ലങ്സ് ആയിട്ട് ബന്ധപ്പെട്ട വാക്കാണ് പൾമോണോളജി. ഓക്കെ, പിന്നെ പെർ മീൻസ് റിലേറ്റിംഗ് ടു പസ് ആണ്, പസ് പഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ, പെർ തുടങ്ങുന്നത്. അടുത്തതാണ് പൈലോ മീൻസ് റിലേറ്റിംഗ് ടു ദ കിഡ്നി ഓർ പെൽവിസ് ആണ് കേട്ടോ, റിലേറ്റിംഗ് ടു ദ കിഡ്നി അല്ലെങ്കിൽ പെൽവിസ് യുടെ ഒക്കെ ഭാഗം കേട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് പൈലോ. അടുത്തത് പയോ എന്ന് പറഞ്ഞാലും റിലേറ്റീവ് ടു പസ്. അപ്പൊ പയോ ചേർക്കും, പയോ റിലേറ്റീവ് ടു പസ്. ക്വാഡ്രി എന്താണ്, 4 സാധാരണ ചേർക്കണ നോക്കുന്ന ഐഡിയ ആണ് കേട്ടോ. നമ്മള് ബൈ 2 ആണ്, ഡെയിലി ബൈക്ക് 2 അല്ലെ, ട്രൈ 3 നമ്മൾ പറഞ്ഞ പോലെ ക്വാഡ്ര അല്ലെ, ക്വാഡ്ര എന്ന് പറഞ്ഞാൽ 4 ആണ്. ക്വാർട്ടലേജ് എന്ന് പറഞ്ഞാൽ 4, ക്വാർട്ടർ മീൻസ് 4. ഓക്കെ, അടുത്തത് റിട്രോആക്റ്റീവ് എന്ന് പറയാം. റിട്രോ മീൻസ് ബാക്ക്വേർഡ് ആണ്, പിറകിലോട്ട്, ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ, റിട്രോ. അടുത്തത് റൈനോ എന്താണ്, റൈനോപ്ലാസ്റ്റി, മൂക്കുമ ചെയ്യുന്ന കോസ്മെറ്റിക് സർജറി ആണ് റൈനോപ്ലാസ്റ്റി. നമ്മൾ മൂക്കിനെയൊക്കെ നല്ല ഷേപ്പ് ആക്കുക, നല്ല ഭംഗിയുള്ള ഷേപ്പ് ആക്കി മാറ്റാൻ ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി ആണ് കേട്ടോ, റൈനോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. റൈനോ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു ദ നോസ് ആണ്, നോസ് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടത്. സ്ലിപ്പിംഗോ, ശ്രദ്ധിക്കണേ, സ്ലിപ്പിംഗ് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉറപ്പാണെന്ന് വെച്ചിട്ടുണ്ടല്ല. സ്ലിപ്പിംഗോ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ടു എ ട്യൂബ്, അതായത് ട്യൂബുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ഓക്കെ, മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 92 മാർക്ക് ചെയ്തോളൂ കേട്ടോ, 92 ശ്രദ്ധിച്ച് കേൾക്കാം. 92, 98, 104 104, 105 105, 106 106. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 92, 98, 104, 105 and 106. കിട്ടിയാണ്, വായിച്ചു നോക്കുക കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം, നെക്സ്റ്റ് പേജിലോട്ട് കിടക്കല്ലേ. അടുത്തത് നെക്സ്റ്റ് പേജില് 116 തൊട്ട് 127 വരെയുള്ള പേജാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അതിനകത്ത് വായിക്കാം, വായിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. സ്ക്ലീറോ എന്നാണ് കേട്ടോ ഫസ്റ്റ് വാക്ക്, സ്ക്ലീറോ, ടി അല്ല എസ് ആണ്, സ്ക്ലീറോ കേട്ടോ. സ്ക്ലീറോ മീൻസ് ഹാർഡ്, അല്ലെങ്കിൽ റിലേറ്റീവ് ടു ദ സ്ക്ലീറ. സ്ക്ലീറ ഏത് ഭാഗമാണെന്ന് അറിയും, നമ്മുടെ കണ്ണിന്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ കണ്ണിന്റെ ഏറ്റവും പുറമേലുള്ള ആ ഒരു എന്താ പറയാ ഞാൻ പടലം എന്നൊക്കെ പറയുന്നത്, അതായത് പടലം ഒക്കെയാണ് അതിന് പറയുന്നത് കേട്ടോ, സ്ക്ലീറ. ഓക്കെ, അതായത് നമ്മുടെ കണ്ണിന്റെ ഒരു ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കേട്ടോ, ഹാർഡ് അല്ലെങ്കിൽ റിലേറ്റീവ് ടു ദ സ്ക്ലീറ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ, സ്ക്ലീറോ. ഓക്കെ, അടുത്തതാണ് സ്ക്ലീറ, റിലേറ്റീവ് ടു ദ സ്ക്ലീറ. സ്ക്ലീറ മീൻസ് കണ്ണിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ സ്ക്ലീറ എന്ന് പറയുന്നത്. പിന്നെ ഹാർഡ് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, ഹാർഡ് എന്നുള്ള അർത്ഥമുണ്ട്. അതായത് അതിറോസ്ക്ലിയോസിസ് എന്ന് പറയും, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, പഠിക്കുകയല്ല പറഞ്ഞിട്ടുണ്ട്, കാർഡിയോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിറോസ്ക്ലിയോസിസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ബ്ലഡ് വെസലിനകത്ത് ബ്ലഡ് ഫാറ്റ് ഇങ്ങനെ അതിന്റെ കൂടി ഹാർഡ് ആവുക, ഒരു പെല്ലറ്റ് പോലെ
കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടി അവിടെ ഇങ്ങനെ ഹാർഡ് ആയിട്ട് ഇരിക്കില്ലേ. ഓക്കെ, അതിറോസ്ക്ലിറോസിസ് എന്നാണ് അതിന്റെ നമ്മൾ പറയുക കേട്ടോ. അപ്പൊ ആ സ്ക്ലീറോ എന്ന വാക്കിൽ അങ്ങനെ മീനിങ് ഉണ്ട്, ഹാർഡ് എന്നുള്ള മീനിങ് ഉണ്ട്. അതുകൂടാതെ റിലേറ്റീവ് ടു സ്ക്ലീറ, ആ റിലേറ്റീവ് ടു സ്ക്ലീറ മീൻസ് ആ സ്ക്ലീറ എന്ന് പറയുന്നത് കണ്ണിന്റെ ഭാഗമായിട്ടുള്ള സ്ക്ലീറ കേട്ടോ. ഓക്കെ, അടുത്തതാണ് സെമി. സെമി അറിയാതെ നിങ്ങൾക്ക് ഹാഫ് ഓർ പാർഷ്യൽ, നമ്മളെപ്പോഴും സെമി ഫൈനൽ എന്നൊക്കെ പറയുന്നതാണ് ഹാഫ് ഓർ പാർഷ്യൽ. ഓക്കെ, സബ് മീൻസ് അണ്ടർ, സബ് എന്ന് പറയും സബ് സ്പെഷ്യാലിറ്റി. നമ്മൾ പറഞ്ഞു പീഡിയാട്രിക്കിന്റെ സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനാറ്റോളജി. എന്നുവെച്ചാൽ പീഡിയാട്രിക്സ് വിഭാഗത്തിന്റെ അണ്ടറില് അല്ലെ, അതിന്റെ കീഴില് വരുന്നത് ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനാറ്റോളജി. സബ് എന്താണ്, അണ്ടർ. ഓക്കെ, സംവോട്ട് ആണ്. സൂപ്പർ, സൂപ്പർ എന്താണ്, എബവ് അല്ലെ, അബണ്ടന്റ്, മോർ ദാൻ നോർമൽ അല്ലെ, സാധാരണത്തെക്കാളും അബണ്ടന്റ് സമൃദ്ധമായിട്ടുള്ളത്, എബവ് മുകളിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. സൂപ്പർ, സുപ്ര, സുപ്ര എന്താണ്, എബവ്, എബവ് എന്നുള്ള മീനിങ് സുപ്ര. ടെക്കി, ടെക്കി എന്താ, സ്പീഡി, എന്താണ് സ്പീഡി. ടെക്കി കാർഡിയ, ടെക്കി കാർഡിയ എന്ന് പറയുന്നത് എന്താണ്, സാധാരണത്തെക്കാളും സ്പീഡിൽ നമ്മുടെ ഹൃദയം ഭയങ്കര സ്പീഡി ആയിട്ട് അർപ്പിച്ചു വരുന്ന അവസ്ഥ. അതിനെ നമ്മൾ ടെക്കി കാർഡിയ എന്ന് പറയാം. ടെക്കി, ടെക്കി മീൻസ് സ്പീഡ് എന്നാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജിയില് സ്പീഡി എന്നുള്ള അർത്ഥമാണ് ടെക്കി കാർഡിയ എന്നൊക്കെ എഴുതും. വെച്ചാൽ സാധാരണത്തെക്കാൾ സ്പീഡില് ഭയങ്കരമായിട്ട് ഹൃദയം എന്ത് ചെയ്യാണ്, അടിക്കുന്ന അവസ്ഥ കേട്ടോ. അതാണ് ടെക്കി. അടുത്തത് ടേം. ടേം എന്താ, തെർമോമീറ്റർ, ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ എന്താ റിലേറ്റീവ് ടു ടെമ്പറേച്ചർ, തെർമോമീറ്റർ എന്നെങ്കിൽ അറിയാം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, തൊറാക്ക്, തൊറാക്ക് എന്താണ്, റിലേറ്റീവ് ടു ദ ചെസ്റ്റ്. തൊറാക്ക് മീൻസ് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമാണ് തൊറാക്സ് എന്നൊക്കെ പറഞ്ഞ ചെസ്റ്റ് ആണ്. ആ ഒരു ക്യാവിറ്റി അല്ലെ, നമ്മുടെ ചെസ്റ്റിന്റെ ക്യാവിറ്റി. നമ്മുടെ ആരൊക്കെ ഇരിപ്പുണ്ട്, ഹാർട്ട് ഇരിപ്പുണ്ട്, ലങ്സ് ഇരിപ്പുണ്ട്, പിന്നെ അതിന് നാളം ഇതൊക്കെ ഇരിക്കുന്നത് ആ ഒരു തൊറാസിക് ക്യാവിറ്റിക്കകത്താണ് അല്ലെ. തൊറാസിക് ക്യാവിറ്റി, തൊറാക്സ് എന്ന് പറഞ്ഞ ചെസ്റ്റ് ക്യാവിറ്റിയാണ് കേട്ടോ, റിലേറ്റീവ് ടു ദ ചെസ്റ്റ് ആണ്. ട്രാൻസ്, ട്രാൻസ് മീൻസ് ടു ദ അതർ സൈഡ് ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ടു ദ അതർ സൈഡ് ഓഫ്, ട്രാൻസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ട്രൈ. ട്രൈ 3 അല്ലെ, ട്രൈ 4 3 4, ട്രൈ 3. ഓക്കെ, യൂണിക്, യൂണിക് എന്താ, 1 അല്ലെ. ഓക്കെ, യുണീക്ക് നമുക്ക് പറയുന്നത് എന്താണ്, യൂണിറ്റി, 1. സിംഗിൾ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. വാസോ, വാസോ എന്താ, വെസൽ. വാസോ വെസൽ ആണ്, വെസൽ, വെസൽ, വെസൽ. ഓക്കെ, വാസോ. ക്ലിയർ. ഓക്കെ, മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 117 കേട്ടോ. 170, 117, 122, 122, 125, 125. അത്രയേ ഉള്ളൂ അതിനകത്ത്. മാർക്ക് ചെയ്യാം, ഒന്നുകൂടി പറയാം. 117, 122, 125. കിട്ടിയോ നമ്പേഴ്സ്? നമ്പേഴ്സ് കിട്ടിയോ? ഓക്കെ, അപ്പൊ ഒന്ന് വായിക്കാമോ? അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്രിഫിക്സ് ഉണ്ടല്ലോ, പ്രിഫിക്സ് ഒരു ഭാഗം അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഞാൻ പ്രിഫിക്സിന്റെ തുടക്കം തൊട്ടുള്ള നമ്പേഴ്സ് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ, വായിക്കണോ? ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ വായിക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണോ കേട്ടോ. പ്രിഫിക്സിന്റെ മാത്രം, പ്രിഫിക്സ് ഇതോടുകൂടി തീരെയാണ്. അതിന്റെ നമ്പേഴ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ, വായിക്കണം. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ തന്നെ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യില്ല. പ്രിഫിക്സ് 1 തൊട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത നമ്പേഴ്സ് 3, 9, 13, 14, 17, 18, 28, 31, 32, 34, 39, 41, 47, 48, 49, 50, 52, 53, 56, 57, 58, 65,
67, 70, 73, 79, 80, 84, 89, 92, 98, 104, 105, 106, 170, 117, 122, 125. ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 98 സ്പെല്ലിംഗ് ഓഫ് PH കേട്ടോ. PHENUM H ചേർത്താൽ മതി കേട്ടോ. PHENUM H ഇല്ല അവിടെ, H മിസ്സിംഗ് ആണ്, ഇത് ചേർത്താൽ മതി. ഓക്കെ, സെറ്റ്. പ്രിഫിക്സ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സഫിക്സ് ആണ്. ഓക്കെ, സഫിക്സിന്റെ പേര് നമ്മൾ എന്താ പറഞ്ഞത്? ഇത് കൗണ്ടാണ് സഫിക്സ് എന്ന് പറഞ്ഞാല് ലാസ്റ്റ് പാർട്ടാണ് അല്ലെ, എൻഡിങ് അല്ലെ, എൻഡിങ് പാർട്ട് ഓഫ് ദ വേർഡ് ആണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി സഫിക്സ് നോക്കാം. ഓക്കെ, ആ സെയിം പേജിൽ തന്നെ സഫിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സഫിക്സ് ആണ് പറയുന്നത് കേട്ടോ. സഫിക്സില് ഫസ്റ്റ് പേജില് 1 തൊട്ട് 8 വരെ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം, വായിച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് ആൾജിയ. എന്താണ് ആൾജിയ? ആൾജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു പെയിൻ ആണ് കേട്ടോ. വേദനയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. മയാൾജിയ. മയാൾജിയ, മയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, മസിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ മയാൾജിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെയിൻ ഓഫ് മസിൽസ് അല്ലെ, മസ്കുലർ പെയിനുമായിട്ട് ബന്ധപ്പെട്ട വാക്ക്. ഓക്കെ, ആൾജിയ എന്താണ്? പെയിൻ ആണ്. ഓക്കെ, പെയിനുമായിട്ട് ബന്ധപ്പെട്ട വാക്ക്, വേദന കേട്ടോ. അടുത്തതാണ് അസ്റ്റെനോ. എന്താണ് അസ്റ്റെനോ? അസ്റ്റെനോ ഫീബിൾനെസ് എന്നുള്ള അർത്ഥമാണ്, ബലഹീനത. ഓക്കെ, ഫീബിൾനെസ്, ബലഹീനത എന്നുള്ള അർത്ഥമാണ് അസ്റ്റെനോ. ഓക്കെ, അടുത്തതാണ് ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ്, ബ്ലാസ്റ്റ് എന്താണ്? ഇമ്മെച്വർ സെല്ലാണ് കേട്ടോ. എന്താണ്? ഇമ്മെച്വർ സെല്ലാണ് കേട്ടോ. എറിത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എറിത്രോ, എറിത്രോ എന്തുകൊണ്ട് ബന്ധപ്പെട്ട RBC അല്ലെ, ചുവന്ന രക്താണ്, ചുവപ്പ്. എറിത്രോബ്ലാസ്റ്റ് എന്തായിരിക്കും? ഇമ്മെച്വർ ആയിട്ടുള്ള RBC, റെഡ് ബ്ലഡ് സെൽ അല്ലെ. ഓക്കെ, ഇമ്മെച്വർ സെൽ. ബ്ലാസ്റ്റ് എന്താണ്? ഇമ്മെച്വർ ആയിട്ടുള്ള സെല്ലാണ്, കോശം. അടുത്തത് സിലി. CELE, സിലി. സിലി എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ് ആണ് കേട്ടോ. ട്യൂമർ അല്ലെങ്കിൽ സ്വെല്ലിംഗ്, വീർമതയുമായിട്ട്, വീക്കവുമായിട്ട് ബന്ധപ്പെട്ടത്. എൻറ്ററോസിലി എന്ന് പറയും. എൻറ്ററോ, എൻറ്ററോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്റസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്റസ്റ്റൈൻ, കുടല് കേട്ടോ. ഓക്കെ, അപ്പൊ എൻറ്ററോസിലി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഈ പറയുന്ന ഇന്റസ്റ്റൈൻ ഹെർണിയാണ്. കുടലിലൊക്കെ വരുന്ന ഹെർണിയ ഉണ്ടല്ലോ, ഹെർണിയ, കുടലിറക്കം. ഓക്കെ, അതൊക്കെ ഹെർണിയ എന്ന് പറയുമ്പോഴും ഒരു സ്വെല്ലിംഗ് ആണത്, വീർമതയാണ് കേട്ടോ. റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. സിലി കേട്ടോ, സിലി, എൻറ്ററോസിലി. എൻറ്ററോ എന്ന് പറഞ്ഞാൽ ഇന്റസ്റ്റൈനൽ, ഇന്റസ്റ്റൈനിൽ വരുന്ന ട്യൂമർ, സ്വെല്ലിംഗ്. അടുത്തതാണ് സെന്റിസിസ്. സെന്റിസിസ്. ഓക്കെ, സെന്റിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ in which an organ or body cavity is punctured, often to drain surplus fluid or get it sampled for the analysis. സെന്റിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ്? നമ്മുടെ ബോഡി ക്യാവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നമ്മുടെ എന്താ പറയാ, ബോഡിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളൊരു എന്താ പറയുക, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു ബോഡി ക്യാവിറ്റി നമ്മൾ അവിടെ പങ്ക്ചർ ചെയ്യാണ്, മീൻസ് അത് കുത്തി നമ്മൾ എടുക്കാണ്. ഓഫൻ ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ് ഓർ ഗെറ്റ് സാമ്പിൾ ഫോർ അനാലിസിസ്. നമ്മൾ ഇതിന്റെ പങ്ക്ചർ ചെയ്തിട്ട് കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുത്തിയിട്ട് അതിൽ ഡ്രെയിൻ ചെയ്യും. ചിലപ്പോൾ ബ്ലഡ് ആവാം, മറ്റേതെങ്കിലും ബോഡി ഫ്ലൂയിഡുകൾ നമ്മൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പങ്ക്ചർ ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെന്റിസിസ് എന്നാണ് പറയുന്നത് കേട്ടോ. സീലിയോസെന്റിസിസ്. സീലിയോസെന്റിസിസ് എന്ന് പറയുന്നത് എന്താണ്? അബ്ഡോമിനൽ ഫ്ലൂയിഡ് വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വയറിന്റെ ഭാഗത്തുള്ള ഫ്ലൂയിഡ് വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്. സെന്റിസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
നമ്മുടെ ബോഡിയിൽ ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാം, എന്ന് വെച്ചാൽ കുത്തിയിട്ട് പങ്ക്ചർ ചെയ്ത് ചെറിയൊരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് പോറ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇത് നമ്മൾ മറ്റേ ബ്ലഡ് ആണോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വലിച്ചെടുക്കുക, ഡ്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ, പാരാലിസിസിനൊക്കെ വേണ്ടിയിട്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെൻഡൻസിസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് CYT സൈറ്റ്, സെല്ല് നടത്തണം കേട്ടോ, സെല്ല്. ഓക്കെ, സൈറ്റോ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, സെല്ല് എന്ന് പറഞ്ഞു. ഇത് CYT സൈറ്റ്, സെല്ല് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, എറിത്രോസൈറ്റ്, എറിത്രോസൈറ്റ്. CYT-യിലല്ലേ അവസാനിക്കുന്നത്, RBC, റെഡ് ബ്ലഡ് സെല്ല് അല്ലെ, എറിത്രോ ചുവപ്പ്, എറിത്രോസൈറ്റ്. CYT-യിലല്ലേ അവസാനിക്കുന്നത്, എന്താണ്, RBC, റെഡ് ബ്ലഡ് സെല്ല് അല്ലെ. ല്യൂക്കോസൈറ്റ്, CYT സൈറ്റ്, ഇതാണ് വൈറ്റ് ബ്ലഡ് സെല്ല്, സെല്ല് കേട്ടോ. അപ്പൊ സൈറ്റ് എന്താണ്, സെല്ല്. ഓക്കെ, എക്ടമി, എക്ടമി, സർജിക്കൽ റിമൂവൽ ഓഫ് നടത്താം. ട്യൂബക്ടമി പറയാറില്ലേ, മാസ്റ്റക്ടമി അല്ലെ, വന്ധ്യീകരണ ശസ്ത്രക്രിയകളാണ് അല്ലെ, ട്യൂബക്ടമി സ്ത്രീകളില്, മാസ്റ്റക്ടമി പുരുഷനലക്ടമി, സർജിക്കൽ റിമൂവൽ. ഓക്കെ, സർജിക്കൽ റിമൂവലോ. അടുത്തത് ഇമിയ, ഇമിയ പെട്ടെന്ന് ഓർമ്മ എന്താ, അനീമിയ, അനീമിയ അല്ലെ, ഇമിയ. ഇനി എന്താണ്, റിലേറ്റഡ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ് കേട്ടോ. ബ്ലഡിൽ ഏതെങ്കിലും പ്രസൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ സാന്നിധ്യം അതിന് ബന്ധപ്പെടുത്തി പറയുന്നതാണ് ഇമിയ, ഇമിയ. അനീമിയ ഓർത്താൽ മതി കേട്ടോ, അനീമിയ, അനീമിയ. അതുപോലെ ഗ്ലൈസീമിയ, ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ആണ് കേട്ടോ. ബ്ലഡില് ഗ്ലൂക്കോസിന്റെ പ്രസൻസ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, റിലേറ്റഡ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിനെയാണ് പൊതുവെ ഇമിയ എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് അല്ലെ ഇൻ ദ ബ്ലഡ്. ഓക്കെ, അനീമിയ നോക്കാൻ മതി കേട്ടോ. അപ്പൊ ഇതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ട് 1 മാർക്ക് ചെയ്യാം കേട്ടോ, 1 മാർക്ക് ചെയ്തോളൂ. 4 മാർക്ക് ചെയ്യാം, 6, 8 4 കേട്ടോ. 1, 4, 6, 8, 1, 4, 6, 8. ഓക്കെ, വായിച്ചോ, ഒന്ന് വായിച്ചോ കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് പേജിലോട്ട് പോവാലോ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ കയറാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അവരോട് നമ്പേഴ്സ് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കണം. അത് എന്തായാലും ഫൈനൽ എക്സാമിന് പോകുന്നതിനേക്കാളും മുമ്പ് അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആണോ? നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആണോ? അതോ പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാറില്ലേ, അങ്ങനെയാണോ? ഗ്രൂപ്പുണ്ടോ? ഗ്രൂപ്പില്ലേ? ഗ്രൂപ്പുണ്ടോ? ഗ്രൂപ്പില്ല. സാധാരണ അങ്ങനെയല്ലല്ലോ, ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലോ. ഓരോ ബാച്ചിലും അവരുടെ ക്ലാസ്സിന് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവാറുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. ചോദിച്ചു, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ മറ്റു ബാച്ചിൽ ചില പിള്ളേരൊക്കെ ഗ്രൂപ്പില് പറയാറുണ്ട്, അതൊക്കെ ഞാൻ ചോദിച്ചതാണല്ലോ. ഓക്കെ, ഇംഗ്ലീഷിനുണ്ട് അല്ലേ, ഇതിനില്ല ഗ്രൂപ്പ് അല്ലേ? ഞങ്ങളെ പറ്റി പഠിപ്പിച്ച ഒരു 8th ബാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. 8th ബാച്ചിലൊക്കെ അവർക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവര് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. മീൻസ് ഭയങ്കര ഫാമിലി പോലെയായിരുന്നു ആ ബാച്ച്. ഉണ്ടായിരുന്നു, ബി ബാച്ച് ഉണ്ടായിരുന്നു. എ ബാച്ചിന് ഒരു ഗ്രൂപ്പ്, ബി ബാച്ചിന് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കോൺവൊക്കേഷൻ വന്നപ്പോഴും ഭയങ്കര ദിവസമായിരുന്നു. ആ ഗ്രൂപ്പിലൂടെ അവര് പരിചയപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ അവിടെ വന്നപ്പോഴും ഭയങ്കര കുറെ ഫ്രണ്ട്സ് അവരെല്ലാവരും ഒരുമിച്ചൊക്കെ വന്നപ്പോ അവരെല്ലാവരും പരസ്പരം കാണുന്നതും ഭയങ്കര രസമായിരുന്നു. ചേച്ചി അടുത്ത പേജില് നമുക്ക് വേണമെങ്കിൽ
ഒരു 3 എണ്ണം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടൈം കഴിയാൻ കേട്ടോ. നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാണ്. സഫിക്സ് 9 തൊട്ടാണ്, 9 തൊട്ട് 29 വരെ, 29 വരെയാണ് ആ പേജിനകത്തുള്ളത്. അപ്പോ ആദ്യത്തെ ജസ്റ്റ് വായിക്കാം. ജെനിക്. ഓക്കെ, ജെനിക്, GENIC. ജെനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടിങ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതാണ് റിസൾട്ടിങ്. കാർസിനോജനിക്. കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസർ കോസിംഗ് ആണ്. That resulting cancer, carcinogenic substance എന്ന് പറഞ്ഞാൽ എന്താണ്? Substances that the presence of that substances resulting into cancer ആണ്. Carcinogenic എന്ന് പറയുന്നത്. ജെനിക് എന്താ? റിസൾട്ടിങ് എന്നുള്ള മീനിങ് കേട്ടോ. അടുത്തത് ഗ്രാം. ഗ്രാം എന്താണ്? റെക്കോർഡ്. ഇലക്ട്രോകാർഡിയോഗ്രാം, ECG. ഇലക്ട്രോ എൻസെഫാലോഗ്രാം, EEG. ഇലക്ട്രോമയോഗ്രാം, ഗ്രാം റെക്കോർഡാണ്. റെക്കോർഡാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ഗ്രാഫിന്റെ അർത്ഥം തന്നെയാണ്, റെക്കോർഡ് തന്നെയാണ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് റെക്കോർഡ് അല്ലെങ്കിൽ ഡിവൈസിനെ പറയൂ കേട്ടോ. റെക്കോർഡ് ചെയ്യുന്നതിന് മാത്രമല്ല, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഉണ്ടല്ലോ, എക്യുപ്മെന്റ്, അതിനെ അങ്ങനെ പറയൂ കേട്ടോ. ഗ്രാഫ് റെക്കോർഡ് ഓഫ് ദ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. ഐറ്റിസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, തുടക്കം പഠിച്ചില്ലേ? എന്തായിരുന്നു? സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ, ഹെപ്പറ്റൈറ്റിസ് അല്ലെ, ഹെപ്പറ്റൈറ്റിസ് പഠിച്ചതാണ്. ആർത്രൈറ്റിസ്, സ്വെല്ലിങ് അല്ലെ, സ്വെല്ലിങ് ഓഫ് ദ എന്താണ് ലിവറിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അല്ലെ. സ്വെല്ലിങ് ഓഫ് ദ ജോയിന്റിന് നമ്മൾ എന്ത് പറയും? ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലിസിസ്. ലിസിസ് എന്താ? ഡയാലിസിസ് അല്ലെ, ലിസിസ്. ഡിക്ലൈൻ അല്ലെങ്കിൽ ഡിസിന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അങ്ങനെ ഡിക്ലൈൻ, ഡിസിന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കുക, ഡിസ്ട്രക്ഷൻ. ഡിക്ലൈൻ ചെയ്യാന്ന് വെച്ചാൽ കുത്തനെ താഴോട്ട് വരിക എന്നൊക്കെയുള്ള നമ്മൾ പറയില്ല, അതാണ് ഡിക്ലൈൻ, ഡിസിന്റഗ്രേഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അശ്വതി മിസ്സിന് വേറൊരു ക്ലാസ് വന്നു വരച്ചിട്ടായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയറിയത്. നെക്സ്റ്റ് വീക്കില് ഏതെങ്കിലും വലിയൊരു ക്ലാസ്സിൽ മിസ് കേട്ടോ. ഓക്കെ, അശ്വതി മിസ് എടുത്തോ കേട്ടോ, ഇംഗ്ലീഷിന്റെ ക്ലാസ്. അപ്പൊ ശരി, എന്നാ വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം.